തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് വൃദ്ധ മരിച്ചതായി ആരോപണം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ രോഗിക്ക് 12 മണിക്കൂറോളം ചികിത്സ നൽകിയതേയില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ICUവിൽ പ്രവേശിപ്പിക്കുന്നതിന് പകരം വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. രക്തപരിശോധനയ്ക്കുള്ള സാമ്പിൾ എടുക്കുന്നത് മണിക്കൂറുകൾ വൈകിപ്പിച്ചെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ നെഞ്ചുവേദനയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുളത്തൂർ സ്വദേശി ഗിരിജാകുമാരി ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ രോഗിയെ നേരിട്ട് ICUവിൽ പ്രവേശിപ്പിക്കുന്നതിന് പകരം വാർഡിലേക്ക് മാറ്റിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ECGയിൽ വേരിയേഷൻ കാണിച്ചപ്പോൾ ഡോക്ടർ രക്തപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു. സാമ്പിൾ എടുക്കാൻ നഴ്സുമാരോടും ആശുപത്രിയിലെ ACR ലാബുകാരോടും ആവശ്യപ്പെട്ടു. കിട്ടിയത് വിചിത്രമായ മറുപടികൾ. സിസ്റ്ററോട് ബ്ലഡ് എടുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ ACR ലാബിലേക്ക് പോകാൻ പറഞ്ഞു. ACR ലാബിലേക്ക് ചെന്നപ്പോഴേക്കും പറയുന്നത് അത് വാർഡിലേക്കാണെന്ന്. അങ്ങനെ ഒരു 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടത്തിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് സിസ്റ്ററോട് വീണ്ടും പറഞ്ഞപ്പോൾ സിസ്റ്റർ പറയുന്നു ഞങ്ങൾക്ക് ഒരു റൊട്ടീൻ സമയമുണ്ട്, വെളുപ്പിന് 3 മണി, ആ സമയത്തൊക്കെ ബ്ലഡ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ACR ലാബിൽ തന്നെ പോകുന്നു. അങ്ങനെ ACR ലാബിൽ വീണ്ടും ചെന്നപ്പോൾ പറഞ്ഞു അത് 2 നിലയിലേ അവിടെ ലിഫ്റ്റ് ഉള്ളൂ, 3ാമത്തെ നിലയിൽ 14ാം വാർഡിലേക്ക് ലിഫ്റ്റ് ഇല്ല, അതുകൊണ്ട് സ്റ്റെയറൊക്കെ കയറിയാണ് പറയേണ്ടത്, അത് മെനക്കേടാണ്, നിങ്ങൾ അവിടെ ആരെങ്കിലും പറഞ്ഞ് ബ്ലഡ് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നോക്കാം. പിന്നീട് ഡോക്ടർ എത്തി നിർബന്ധപൂർവ്വം സാമ്പിൾ എടുപ്പിച്ചു. പുലർച്ചെ 3 മണിയോടെ പരിശോധനാ റിസൾട്ടും വന്നു. വിലപ്പെട്ട മണിക്കൂറുകൾ രോഗി ചിലവഴിച്ചത് 14ാം വാർഡിൽ. പിന്നീട് 4 മണിയോടെ ഗിരിജയെ ICUവിൽ പ്രവേശിപ്പിച്ചെങ്കിലും അധികം വൈകാതെ മരണം സംഭവിച്ചു. ബന്ധുക്കളുടെ ആരോപണം ശരിയെങ്കിൽ ഏകദേശം 12 മണിക്കൂറാണ് ചികിത്സ വൈകിയത്. സ്ട്രക്ചറിൽ ഇട്ടിട്ട് അതിൽ കിടക്കില്ല, അതിൽ കിടന്ന് മറിയുകയാണ്. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ അവർ നേരെ വാർഡിൽ പോസ്റ്റ് ചെയ്തു. 14ാമത്തെ വാർഡിൽ പോസ്റ്റ് ചെയ്ത് അങ്ങ് വിട്ടു. അവിടെ വന്നിട്ട് ഈ സിസ്റ്റർമാർ ഇതെല്ലാം ചെയ്യേണ്ട അവർ ചെയ്തുകൊള്ളുന്നത്. അവർ ഇതാണ് ചെയ്തത്, ഈ ബ്ലഡ് പരിശോധിക്കാനും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അയച്ചുകൊണ്ടിരുന്നത്. രാത്രി 3 മണിക്ക് കൊണ്ടുവന്നതാണ്. വെളുപ്പം 2 മണിക്ക് ശേഷം കണ്ടാണ്. പക്ഷേ അവർ അത്രയും ഡിലേ ആയിക്കളഞ്ഞു. ഡിലേ ആക്കിയില്ലായിരുന്നെങ്കിൽ ഇത് നേരത്തെ ICUവിൽ കയറ്റി എന്നായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. പലവട്ടം അവസ്ഥ വഷളായിട്ടും ആരും നോക്കാനെത്തിയില്ലെന്നും കുടുംബം പറയുന്നു. ഇതിന് തെളിവായി ആശുപത്രി ജീവനക്കാരുമായുള്ള ഫോൺ കോൾ റെക്കോർഡും പുറത്തുവിട്ടിട്ടുണ്ട്. ആരാണ് പറഞ്ഞോളൂ? 14ാം വാർഡിൽ നിന്നാണ്. 14ാം വാർഡിൽ ഞാനിപ്പോ ബുക്ക് കൊണ്ടൊന്ന് കാണിച്ചിരുന്നു. 912 ഡ്രോപ്പായി. ഇപ്പൊ ഇവിടെ വാർഡിലോട്ട് വരാൻ പേഷ്യന്റ് ഭയങ്കര വിളിയാണ്. ഞാനിപ്പോ ബുക്ക് ഡോക്ടർ ഒക്കെ വരും, നിങ്ങൾ അവിടെ പോയി നില്ലേ? ഹലോ, ഇൻഫോംഡ് ആണ് ഡോക്ടറിന്റെ അടുത്ത് ഇൻഫോംഡ് ആണ്, വരും. ഡോക്ടർ വേറെ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ സമാധാനപ്പെടുകട്ടാ. നിങ്ങൾ അവിടെ മാത്രമല്ലല്ലോ പേഷ്യന്റ്, വേറെ ശരിക്കും പേഷ്യന്റ് SIT പലയിടത്തും പേഷ്യന്റ് നോക്കാൻ പോയിക്കല്ലേ ഡോക്ടർ. കുടുംബത്തിന്റെ ആരോപണം ശരിയെങ്കിൽ രക്തപരിശോധന വൈകിപ്പിച്ച നഴ്സുമാരും പടികേറി വന്ന സാമ്പിൾ എടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ലാബ് ജീവനക്കാരും ഗിരിജയുടെ മരണത്തിൽ ഒരുപോലെ ഉത്തരവാദികളാണ്. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ, ജനം.